അങ്ങനെ ഏറെ കാലത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ ചൂസ് ചെയ്തത് ഒമാൻ എയർലൈൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുണ്ടായിരുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഖത്തർ ടു ഒമാൻ, ഒമാൻ ടു കൊച്ചി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് നമുക്ക് ആസ് യൂഷ്വൽ ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ് കിട്ടിയത്. പിന്നെ ചെറിയൊരു സ്ക്വയർ ബോക്സിൽ ഇച്ചിരി വാട്ടർ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഒരു ഇച്ചിരി ടിഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം സാൻഡ്വിച്ച് അകത്താക്കി. വിതിൻ 1 hour ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഒമാനിലേക്ക് റീച്ചായി. അവിടെ ഒരു 2 hour വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നത്. നെക്സ്റ്റ് ഫ്ലൈറ്റിലായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മീൽ ഉണ്ടായിരുന്നത്. നമുക്ക് വെജ് മീലും എഗ് മീലും ഉണ്ടായിരുന്നു. അപ്പോൾ എഗ് മീലാണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. ഒപ്പം കോഫി അതുപോലെ ഒരു സ്വീറ്റ് ബണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോഫി വേഗം അകത്താക്കി. അതിനുശേഷം ഒരു സ്വീറ്റ് ബൺ ഉണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു എഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. ഒരു ചെറിയ ബോക്സിൽ എഗ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ടോസ്റ്റഡ് ആയിട്ടുള്ള സോസേജ്, പൊട്ടറ്റോ, അതുപോലെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ബോക്സിൽ ബൗളിൽ നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ അകത്താക്കി നമ്മൾ കുറച്ച് നേരം ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എക്സൈറ്റ്മെൻറ്റ് കൂടി പോയതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് രണ്ടാർക്കും ഉറങ്ങാൻ പറ്റിയില്ല. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി ഞങ്ങൾ 2 years ആയി കേട്ടോ അവിടെ നമ്മൾ ഖത്തറിൽ തന്നെ സ്റ്റക്ക് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞാൽ വിത്തിൻ 2 years ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നായി. ഒരു 7 മണിയൊക്കെ നാട്ടിലൊരു 7 മണി ആയതോടുകൂടി ഇങ്ങനെ ഒരു പച്ചപ്പ് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ എക്സൈറ്റ്മെൻറ്റ് കൂടി, വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടപ്പോൾ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് എല്ലാ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഇത്ര നാൾ പിടിച്ചല്ലോ നാട്ടിലേക്ക് വരാൻ. 2 years ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ടഫായിരുന്നു കേട്ടോ നാട്ടിൽ വരാതിരിക്കുന്നത്. അങ്ങനെ ഒരു 7:30 ഞങ്ങൾ ലാൻഡായി. അത്രയേ ഉള്ളൂ.